സഫാൻ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി 50-ൽ ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലുമാണ് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? മാർക്കറ്റിലെ ഒരു പ്രോപ്പർ റീകവറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ 0.3% മുന്നേറ്റം, അതായത് ലാസ്റ്റ് ഡേ പ്രോപ്പർ സപ്പോർട്ട് ലെവൽ, അതായത് 18,000 എന്ന ലെവലിൽ നിന്ന് ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു റീകവറി ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ 18,547 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ 19,217 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. മിഡ് ക്യാപ് ഇൻഡെക്സിലും സമാനമായ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.32% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ലോവർ ലെവലിൽ നിന്നും ഡിമാൻഡ് എടുക്കുന്ന മിഡ് ക്യാപ് ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് ഓഹരികളിലെല്ലാം ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ കറന്റ് പങ്കുവെക്കുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ 0.27% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേ 25,421 എന്ന ലെവലിൽ നിന്നും ഡിമാൻഡ് എടുക്കുന്ന നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ 25,714 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകളെല്ലാം പങ്കുവെക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ എന്ന് പറയാൻ സാധിക്കും. കാരണം റീസെന്റ് 57,484 എന്നത് സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുന്നത്. കൂടാതെ ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ഒരു മൊമെന്റം കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 58,480 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ മൊമെന്റം റാലി തന്നെ ബാങ്കിങ് സ്റ്റോക്സിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇനി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ 38 സ്റ്റോക്കുകൾ അഡ്വാൻസും 12 സ്റ്റോക്ക് ഡിക്ലൈനുമായിട്ടാണ് ഈ മണിക്കൂറിൽ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 12 സ്റ്റോക്കുകളും അഡ്വാൻസ് ആണ്. ഇനി സെക്ടോറിൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഇൻഡെക്സിൽ 0.15% മുന്നേറ്റം, എനർജി ആകട്ടെ 0.67% മുന്നേറ്റം, FMCGയിലും നേരിയ തോതിലുള്ള മുന്നേറ്റം. അങ്ങനെ ഓവറാൾ സെക്ടോറിൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഫാർമയിൽ 0.86% മുന്നേറ്റം. അങ്ങനെ ഒരു ഓവറാൾ സെക്ടോറിൽ ഔട്ട്ലുക്കിലെല്ലാം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ കീ ഹൈലൈറ്റ് ഫൈനാൻഷ്യൽ സർവീസസിന്റെ മുന്നേറ്റമാണ്. ഏകദേശം നേരിയ തോതിലുള്ള മുന്നേറ്റമാണെങ്കിൽ പോലും സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു സെക്ടർ റൊട്ടേഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകളും റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കൂടാതെ ലാസ്റ്റ് ഡേ ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് 26,922 എന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു മേഖല ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഈ ഒരു മേഖലയിലെ ഒരു സ്റ്റോക്കായ ശ്രീറാം ഫൈനാൻസ് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നും 0.5% മുന്നേറ്റത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. മൊമെന്റം ക്യാനിലാണ് ഈ ഒരു സ്റ്റോക്കിൽ കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകളെല്ലാം പങ്കുവെക്കുന്നത്. മറ്റൊരു ട്രെൻഡിംഗ് ഓഹരിയായ ഡാം ക്യാപിറ്റലും ഇന്ന് നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേ ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 263 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി ഈ മണിക്കൂറിലെ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് 1.61% മുന്നേറ്റം. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം റീസെന്റ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനിലാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. മറ്റൊരു ടോപ്പ് ഗെയിനർ ഹീറോ മോട്ടോ കോർപ്പ് 1.25% മുന്നേറ്റവും, ഇൻഡസ്ഇൻഡ് ബാങ്ക് നേരിയ തോതിലുള്ള മുന്നേറ്റം ഏകദേശം 0.31% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിലും 0.97% മുന്നേറ്റം ഈ മണിക്കൂറിൽ പ്രകടമാവുന്നുണ്ട്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റ് നോക്കുമ്പോൾ ട്രെൻഡ് 6% കനത്ത ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ ആകട്ടെ 0.97% ഇടിവും, പവർ ഗ്രിഡ് 0.97% ഇടിവ് രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏഷ്യർ മോട്ടോഴ്സ്, എറ്റേണൽ എന്നീ ഓഹരികളിലും സെല്ലിംഗ് പ്രഷറാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ കനറ ബാങ്ക് നേരിയ തോതിലുള്ള മുന്നേറ്റം, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.35% മുന്നേറ്റം, AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും 0.6% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലെ കറന്റ് ഇടിവ് രേഖപ്പെടുന്ന ഏക ഓഹരി IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. 0.25% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചികയിൽ ഇന്നും ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. 0.45% ഇടിവാണ് ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിഷ് TV 0.46% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് നോക്കുമ്പോൾ PVR അനോക്സ് 1% സെല്ലിംഗ് പ്രഷർ ട്രേഡ് ചെയ്യുന്നു. അതുപോലെ സൺ TV 0.5% ഇടിവ്, നെറ്റ്വർക്ക് 18ലും 0.5% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിലെ ഒരു
ഓഹരിയായ സരിഗമയിൽ 2% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് ആയിട്ടാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കാരണം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മീഡിയ സൂചിക കറന്റ് ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത് മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് നടന്നതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിൽ അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു ഓഹരിയിലും നെഗറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ട്രെൻഡിംഗ് മേഖലയായ മെറ്റലിൽ ഇന്നൊരു മൊമെന്റമാണ് കാണാൻ സാധിക്കുന്നത്. 0.59% മുന്നേറ്റമാണ്. റീസെന്റ് ഒരു ഹെൽത്തി കറക്ഷന് ശേഷം വീണ്ടും റീറ്റസ്റ്റ് സോണിൽ നിന്ന് പ്രോപ്പർ റീറ്റസ്റ്റ് ക്യാനിലാണ് ലാസ്റ്റ് ഡേ ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നും ഒരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതായത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് മെറ്റൽ സൂചികയും ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. മറ്റൊരു ട്രെൻഡിംഗ് മേഖലയായ PSUവിൽ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 0.27% പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം 7246 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോൺ ആണ്. എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 29th സെപ്റ്റംബറിലാണ് ഒരു പ്രോപ്പർ റീറ്റസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയായിരുന്നു ഈ മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നേരിയ തോതിലുള്ള ഇടിവിലാണ് ഈ ഒരു മേഖലയും ട്രേഡ് ചെയ്യുന്നത്. ഇനി അവസാനമായി ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 71 ആണ്. അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഒരു ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീകവറി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നിഖിൽ.